പശ്ചിമബംഗാൾ മുഖ്യമന്ത്രിയായി ചുമതലയേറ്റതിന് പിന്നാലെ സുവേന്ദു അധികാരിയുടെ അമ്മ ഗായത്രി അധികാരി സുവേന്ദു അധികാരിയോട് ആവശ്യപ്പെട്ടത് ഒരു കാര്യത്തിന് നീതി ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ്. കാരണം പശ്ചിമബംഗാളിനെ ഞെട്ടിച്ചുകൊണ്ട് ഒരു ബലാത്സംഗം നടന്നിട്ടുണ്ടായിരുന്നു. അതായത് ആർജിക്കാർ മെഡിക്കൽ കോളേജിലെ ഒരു ജൂനിയർ ഡോക്ടറിനെ തൃണമൂലിലെ ഗുണ്ടകളിലെ ഒരു പ്രവർത്തകൻ അതിക്രൂരമായി ബലാത്സംഗം ചെയ്ത ഒരു സംഭവം ഉണ്ടായിരുന്നു. അതിൽ ഒരു തരത്തിലും നീതി കിട്ടാത്തൊരവസ്ഥ ഉണ്ടായി. വലിയ രീതിയിൽ മാധ്യമ ശ്രദ്ധ, ദേശീയ മാധ്യമങ്ങൾ വരെ ശ്രദ്ധ ആകർഷിക്കുന്ന പല കാര്യങ്ങളും ഉണ്ടായി. തൃണമൂൽ ഗുണ്ടകളും പോലീസും കൂടെ, അതായത് തൃണമൂൽ പോലീസും കൂടെ ചേർന്ന് ആ കേസിനെ തൂത്തുമാച്ച് കളയാനായിട്ട് നോക്കി. അവസാനം വലിയ പ്രതിഷേധങ്ങൾ അരങ്ങേറി. സുപ്രീം കോടതിയിൽ വരെ ഹർജികളെത്തി. അപ്പോൾ CBI അന്വേഷണം അനിവാര്യമാണെന്ന് സുപ്രീം കോടതി പറയുന്നു. അങ്ങനെയൊക്കെ ചെയ്തുവെങ്കിലും ഇപ്പോഴും ഒരു നീതി പശ്ചിമബംഗാളിൽ ഈ ആർജിക്കാർ മെഡിക്കൽ കോളേജ് സംഭവവുമായി ബന്ധപ്പെട്ട് കിട്ടിയിട്ടില്ല എന്നതാണ് വസ്തുത. അതിലൊരു നീതി ഉറപ്പിച്ചു കൊടുക്കണം, പൂർണ്ണമായ ഒരു നീതി ആ പെൺകുട്ടിയുടെ കുടുംബത്തിന് ചെയ്തു കൊടുക്കണമെന്നാണ് ഗായത്രി അധികാരി സുവേന്ദു അധികാരിയോട് ആവശ്യപ്പെട്ടത്. തന്റെ വിജയത്തിൽ സന്തോഷം പങ്കുവെക്കുന്നതിനൊപ്പം ആർജിക്കാർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ബലാത്സംഗത്തിനിരയായ പെൺകുട്ടിക്ക് നീതി ഉറപ്പാക്കണം എന്നാണ് അവർ മകനോട് ഉപദേശം നൽകിയത്. വിജയത്തിൽ അഭിമാനം പങ്കുവെച്ച് പിതാവ് ശിശിർ അധികാരിയും രംഗത്ത് വന്നു. പെൺകുട്ടിക്ക് നീതി ഉറപ്പാക്കുന്നതിന് പിന്നാലെ ജോലി, സ്ത്രീ സുരക്ഷ, സമൂഹത്തിലെ ദരിദ്ര വിഭാഗങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കൽ തുടങ്ങിയ വിഷയങ്ങളിലും ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്നാണ് അമ്മയുടെ നിർദ്ദേശം. മകൻ മുഖ്യമന്ത്രിയായതിൽ അഭിമാനം പ്രകടിപ്പിച്ച ഗായത്രി അധികാരി കഴിഞ്ഞ 5 വർഷമായി തന്റെ മകൻ തൃണമൂൽ കോൺഗ്രസിനെതിരെ അക്ഷീണം പോരാടുകയായിരുന്നുവെന്നാണ് പറയുന്നത്. മുൻ നിയമസഭയിൽ പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ 3-4 തവണ തന്റെ മകന്റെ ജീവന് തന്നെ ഭീഷണിയാകുന്ന ആക്രമണങ്ങൾ നേരിട്ടിട്ടുണ്ടെന്നും എന്നിരുന്നാലും ഇന്ന് ബംഗാളിലെ ജനങ്ങൾ വളരെ സന്തുഷ്ടരാണെന്നും അവർ അഭിപ്രായപ്പെടുന്നു. പശ്ചിമ ബംഗാളിന്റെ ആദ്യത്തെ BJP മുഖ്യമന്ത്രിയായ സുവേന്ദു സ്ഥാനമേറ്റതിൽ പിതാവും അതോടൊപ്പം തന്നെ 3 തവണ MP-മായിരുന്ന ശിശിർ അധികാരിയും സന്തോഷം പങ്കുവച്ചു. സംസ്ഥാനത്തിന് BJP മുഖ്യമന്ത്രിയെ ലഭിച്ചതിൽ തങ്ങളെക്കാൾ സന്തോഷം ബംഗാളിലെ ജനങ്ങൾക്കാണ്. നിർബന്ധിത ഭൂമി ഏറ്റെടുക്കലിനെതിരെ നന്ദിഗ്രാമിൽ നടന്ന പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയത് തന്റെ മകനാണെന്നും ശിശിർ അധികാരി പറഞ്ഞു. 2007-ൽ നന്ദിഗ്രാമിൽ 1 വർഷം നീണ്ടുനിന്ന ഭൂമി ഏറ്റെടുക്കൽ സംബന്ധിച്ച പ്രക്ഷോഭം പ്രധാന സമരങ്ങളിൽ ഒന്നായിരുന്നു. 2008-ൽ സിംഗപ്പൂരിൽ നടന്ന പ്രക്ഷോഭത്തോടൊപ്പം പശ്ചിമ ബംഗാളിലെ 34 വർഷത്തെ ഇടതുമുന്നണി ഭരണം മമതാ ബാനർജിയുടെ നേതൃത്വത്തിലുള്ള തൃണമൂൽ കോൺഗ്രസ് അട്ടിമറിച്ചു. എന്നാൽ പല തന്ത്രങ്ങളിലൂടെയും സുവേന്ദുവിനെ പിന്നോട്ട് തള്ളിവിടാൻ ശ്രമങ്ങൾ നടന്നു. പക്ഷേ ഇന്ന് ഒരു സാധാരണക്കാരനെ പോലെ വിജയം നേടിയിരിക്കുകയാണ്. ഇത് നന്ദിഗ്രാമിന്റെ മാത്രം വിജയമല്ല, കൊൽക്കത്തയുടെയും പശ്ചിമ ബംഗാളിന്റെയും സംസ്കാരത്തിന്റെയും ആത്മാവിന്റെയും ലഭിച്ച ഒരു അംഗീകാരമാണ്. വിജയത്തിലെത്താൻ സുവേന്ദു അക്ഷീണം പ്രവർത്തിച്ചു. തന്നിൽ നിന്നും പോരാട്ട വീര്യങ്ങൾ ഉൾക്കൊണ്ടു. നേരത്തെ കാന്തി ലോക്സഭാ മണ്ഡലത്തിൽ നിന്നും 3 തവണ TMC MP ആയിരുന്ന ശിശിർ അധികാരിയാണ് ഈ സുവേന്ദു അധികാരിയുടെ അച്ഛൻ. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടാണ് അദ്ദേഹം BJP-യിലേക്ക് കൂറുമാറിയത്. തെരഞ്ഞെടുപ്പ് വിജയത്തിന് പിന്നാലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്ര ആഭ്യന്തരമന്ത്രി, BJP കേന്ദ്ര നേതൃത്വം, NDA ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ എന്നിവരുടെ സാന്നിധ്യത്തിൽ കൊൽക്കത്തയിലെ ബ്രിഗേഡ് പരേഡ് ഗ്രൗണ്ടിൽ വെച്ചാണ് സുവേന്ദു അധികാരി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റത്. ചടങ്ങിൽ 5 BJP MLA-മാരും സത്യപ്രതിജ്ഞ ചെയ്തു.